നീ ഇതോടെ പോന്നു കോളേജിൽ പോലും ഈ വേഷത്തിലോ? ഇതാണ് വെറ്റിലൊക്കെ. അങ്ങനെ നമ്മുടെ ഉപ്പും മുളകിൽ നമ്മുടെ സിദ്ധുവും ലച്ചുവും കേശുവും പാറക്കുട്ടയും കൂടെ ഒരു കിടിലൻ സ്ഥലത്തേക്ക് പോകുകയാണ് കൂട്ടുകാരെ. അത് ഭയങ്കര സർപ്രൈസ് ആയിട്ടുള്ള ഒരു സ്ഥലം കേട്ടോ. ആദ്യം നമ്മുടെ കേശുവും സിദ്ധുവും കൂടി മാത്രമാണ് ഈ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നത്. പക്ഷെ ഇവർ എങ്ങോട്ടേക്കോ പോകാൻ വേണ്ടി ഇങ്ങനെ റെഡിയായി ബാഗും തൂക്കിയൊക്കെ നിന്നപ്പോൾ നമ്മുടെ പാറക്കുട്ടിയും ലച്ചുവും പറയുന്നുണ്ട് ഞങ്ങളെ കൂടെ കൊണ്ടുപോയേ പറ്റൂ, ഞങ്ങൾ സമ്മതിക്കത്തില്ല എന്ന് പറയുകയാണ്. ലാസ്റ്റ് ഇവർ 4 പേരും കൂടെ പോകാൻ പോകുകയാണ്, റെഡി ആവുകയാണ്. അപ്പൊ നമ്മുടെ മുത്തശ്ശി നമ്മുടെ കനകാന്റിയൊക്കെ ഒന്ന് ചോദിക്കുന്നുണ്ട് നിങ്ങൾ എങ്ങോട്ടാ പിള്ളേർ ഈ പോകുന്നേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ കേശു പറയുന്നുണ്ട് അത് സർപ്രൈസ് ആണ് എന്ന് പറയുന്നുണ്ട്. ആദ്യം നമ്മുടെ കേശു കള്ളത്തരം പറയുന്നുണ്ട്, കോളേജിലേക്ക് പോകുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ കേശുവിന്റെ വേഷം മുണ്ടും ബനിയനുമാണ്. അപ്പൊ നമ്മുടെ അമ്മൂമ്മ ചോദിക്കുന്നുണ്ട് ആഹാ നീ ഈ വേഷത്തിലാണോ കോളേജിൽ പോകുന്നേ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ കേശു പറയുന്നുണ്ട് ഇല്ല വേറൊരു സ്ഥലത്തേക്ക് ഞങ്ങള് കറങ്ങാൻ പോവുക എന്ന് പറയുന്നുണ്ട്. ലാസ്റ്റ് ഇവരെ 4 പേരും കൂടെ ഒരു എന്താ പറയാ ഭയങ്കര പ്രകൃതി രമണീയമായ ഒരു സ്ഥലത്തൂടെ ഇങ്ങനെ യാത്രയൊക്കെ ചെയ്യുവാട്ടോ. നമ്മുടെ ലച്ചു ആണെങ്കിൽ സ്പെക്സ് ഒക്കെ വെച്ച് വേറെ ഒരു കിടിലൻ ലുക്കിലാട്ടോ ഇന്നത്തെ എപ്പിസോഡിലെ. അങ്ങനെ ഇവർ പോയി ഒരു വെറ്റിലക്കുളം, ആ ഒരു കുളത്തിനെ നമ്മുടെ കേശു ആ പേരാണ് പറഞ്ഞത്, ആ ഒരു കുളത്തിലേക്കാണ് ഇവരെ എല്ലാവരും കൂടി പോയത്. ഭയങ്കര രസകരമായിട്ടുള്ള ഒരു കുളം കേട്ടോ. അപ്പൊ ഇത് കാണുമ്പോൾ നമ്മുടെ ലച്ചുവിനൊക്കെ ഭയങ്കര സന്തോഷമാകെ. ഇനി അവിടെ എന്തെങ്കിലും അപകടം ഒളിഞ്ഞിരിക്കുന്നുണ്ടാകുമോ എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത് അല്ലേ. കാത്തിരുന്നതിനെ കാണട്ടെ. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും. ഹെയർ ആം ദി മലയാളി സൈനിങ് ഓഫ്.